സുപ്രഭാതം. ഇന്നത്തെ ടെറിറ്ററി ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. കീവിന് സമീപം റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ദാരുണമായ വാർത്തയോടെയാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഒപ്പം മേഖലയിലെ സമീപകാല സംഘർഷങ്ങളെ തുടർന്ന് ഇറാഖിലുണ്ടായ നയതന്ത്ര പ്രതിസന്ധികളെക്കുറിച്ചും നമ്മൾ പരിശോധിക്കുന്നു. ഈ വാർത്തകളെക്കുറിച്ച് കൂടുതൽ വിശദമായി നോക്കാം. ഉക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപം റഷ്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു കുട്ടിയടക്കം 3 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. രാത്രിയിൽ നടന്ന ഈ ആക്രമണം ജനവാസ മേഖലകളെയാണ് ലക്ഷ്യമിട്ടത്. ഇത് യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഉക്രൈനിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തീർന്നു തുടങ്ങിയെന്ന പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരുടെ സുരക്ഷയ്ക്കായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രയും വേഗം എത്തിക്കണമെന്ന് ഉക്രൈൻ അന്താരാഷ്ട്ര സഖ്യകക്ഷികളോട് വീണ്ടും ആവശ്യപ്പെട്ടു. ഉക്രൈനിന്റെ പ്രതിരോധത്തിലെ വിടവുകൾ മുതലെടുക്കാനാണ് റഷ്യ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ ആക്രമണത്തെക്കുറിച്ച് റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ സൈനിക നീക്കങ്ങൾ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിൽ മാത്രമാണെന്നാണ് ക്രെംലിന്റെ വാദം. എന്നാൽ ആക്രമണങ്ങളിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് തുടരുകയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ് മൂലം കീവ് മേഖലയിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ടെറിറ്ററിന് വേണ്ടി റിപ്പോർട്ട്. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽസുദാനിക്ക് റിയാദ് സന്ദർശിക്കാൻ ഔദ്യോഗിക ക്ഷണം ലഭിച്ചതായി സ്ഥിരീകരണം. ഇറാഖിനുള്ളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് തൊട്ടുപിന്നാലെയാണ് ഈ നിർണായക നീക്കം. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സേനയും വിവിധ സായുധ ഗ്രൂപ്പുകളും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സൗദി നേതൃത്വം ഈ ക്ഷണം നൽകിയതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിലെ സുരക്ഷ, സ്ഥിരത, നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇറാഖിന്റെ പരമാധികാരത്തെ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ വിഷയങ്ങളിൽ ഉന്നതതല ചർച്ചകൾ നടത്താനാണ് സന്ദർശനം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തങ്ങളുടെ സൈനികർക്ക് നേരെയുണ്ടായ ഭീഷണികൾക്കുള്ള മറുപടിയാണ് ആക്രമണങ്ങളെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ ഇറാഖിലെ വിദേശ സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണമെന്ന ആവശ്യം ബാഗ്ദാദിൽ ശക്തമായിട്ടുണ്ട്. ഈ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഇറാഖി നേതൃത്വവുമായി നേരിട്ട് ഇടപഴകാനുള്ള സൗദി അറേബ്യയുടെ തന്ത്രപരമായ നീക്കമാണിതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. സന്ദർശന തീയതികൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും വാഷിംഗ്ടണുമായും അയൽരാജ്യങ്ങളുമായും ഒരേസമയം ബന്ധം നിലനിർത്താൻ ഇറാഖ് നടത്തുന്ന ശ്രമകരമായ നയതന്ത്ര നീക്കങ്ങളെയാണ് ഇത് എടുത്തുകാണിക്കുന്നത്. മേഖലയിൽ സംഘർഷം ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇറാഖിന്റെ അതിർത്തി സംരക്ഷണവും പ്രധാനമന്ത്രി ഈ സന്ദർശനത്തിലൂടെ ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെറിറ്ററിന് വേണ്ടി കുവൈറ്റിന്റെ ദീർഘകാല സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഫിച്ച് റേറ്റിംഗ്സ് നിലനിർത്തി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതാണ് ഈ റേറ്റിംഗ്. ആഗോള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ കുവൈറ്റിന്റെ ശക്തമായ സാമ്പത്തിക അടിത്തറയാണെന്ന് അറബ് ടൈംസ് കുവൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ ഈ കരുത്ത് രാജ്യത്തിന് സഹായകമാകുന്നു. ആഗോള വിപണിയിൽ എണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴും ജിഡിപിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ സർക്കാർ കടബാധ്യതയാണ് കുവൈറ്റിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിനെ സഹായിക്കുന്ന പ്രധാന ഘടകമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഹൈഡ്രോകാർബൺ മേഖലയെ അമിതമായി ആശ്രയിക്കുന്നത് ഒരു വെല്ലുവിളിയാണെങ്കിലും കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ കൈവശമുള്ള വലിയ ആസ്തികൾ രാജ്യത്തിന്റെ ദീർഘകാല സ്ഥിരതയ്ക്ക് കരുത്തേകുന്നു. കുവൈറ്റ് സാമ്പത്തിക അച്ചടക്കം തുടരുമെന്നും വിദേശ ആസ്തികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുമെന്നുമാണ് ഫിച്ച് റേറ്റിംഗ്സിന്റെ വിലയിരുത്തൽ. അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ റേറ്റിംഗ് സഹായിക്കും. അതേസമയം ദീർഘകാല സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാൻ ആഭ്യന്തര സാമ്പത്തിക നയങ്ങളിൽ നിയമപരമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ഏജൻസി ചൂണ്ടിക്കാട്ടുന്നു. ഗൾഫ് മേഖലയിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗുള്ള രാജ്യങ്ങളിൽ ഒന്നായി കുവൈറ്റ് തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ടെറിറ്ററിനൊപ്പം തുടരുക. 8 പേരുടെ മരണത്തിനിടയാക്കിയ ദാരുണമായ വെടിവെപ്പിന് പിന്നാലെ തോക്ക് നിയന്ത്രണ നിയമങ്ങൾ കർശനമാക്കുമെന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രി ശ്രേത തവിസിൻ പ്രഖ്യാപിച്ചു. 14-കാരനായ കൗമാരക്കാരൻ സ്വന്തം വീട്ടിലും തുടർന്ന് ഒരു സ്കൂളിലും നടത്തിയ വെടിവെപ്പിന് ശേഷം സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ രാജ്യത്തെ തോക്ക് നിയന്ത്രണ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന കടുത്ത സമ്മർദ്ദത്തിലാണ് സർക്കാരെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. ടെറിറ്ററിന് വേണ്ടി പ്രത്യേക റിപ്പോർട്ട്. ഇരകളുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമപരമായ പരിഷ്കാരങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് വ്യക്തമാക്കി. മേഖലയിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് തായ്ലൻഡിൽ തോക്ക് കൈവശം വെക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഈ സംഭവം ആയുധങ്ങളുടെ ലഭ്യതയെക്കുറിച്ചും നിലവിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.
ആക്രമണത്തിന് ഉപയോഗിച്ച തോക്ക് കൗമാരക്കാരൻ എങ്ങനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് അധികൃതർ വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. രാജ്യം ദുഃഖത്തിലാഴ്ന്നിരിക്കെ തോക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിലവിലുള്ള നിയമങ്ങൾ പുനഃപരിശോധിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ അറിയിച്ചു. ഇറ്റലിയിൽ നിന്ന് എത്തുന്ന യാത്രക്കാർക്കായി സ്പെയിൻ ഔദ്യോഗികമായി താൽക്കാലിക അതിർത്തി പരിശോധനകൾ ഏർപ്പെടുത്തി. കുടിയേറ്റ നയങ്ങളെച്ചൊല്ലി മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണിത്. റോം സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് മറുപടിയായാണ് സ്പെയിനിന്റെ ഈ നടപടിയെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. സ്പാനിഷ് അധീനതയിലുള്ള സ്യൂട്ടയിലേക്ക് വൻതോതിൽ കുടിയേറ്റക്കാർ എത്തിയതിനെ തുടർന്ന് അതിർത്തി സംവിധാനങ്ങൾ സമ്മർദ്ദത്തിലായതും ഇരുരാജ്യങ്ങളും സുരക്ഷാ നടപടികൾ കർശനമാക്കാൻ കാരണമായിട്ടുണ്ട്. ഈ പരിശോധനകൾ താൽക്കാലികമാണെന്ന് സ്പാനിഷ് സർക്കാർ ഇന്നലെ സ്ഥിരീകരിച്ചു. എന്നാൽ ഇത് എത്രകാലം തുടരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ക്രമരഹിതമായ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിലെ വെല്ലുവിളികൾക്കിടയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ തുറന്ന അതിർത്തി നയങ്ങൾ ഷെൻജൻ ഏരിയ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് ഈ സാഹചര്യം വ്യക്തമാക്കുന്നു. ദേശീയ സുരക്ഷ ഉറപ്പാക്കാനും കുടിയേറ്റം നിയന്ത്രിക്കാനും തങ്ങളുടെ നടപടികൾ അനിവാര്യമാണെന്നാണ് ഇറ്റലിയുടെ നിലപാട്. എന്നാൽ സ്പെയിനിന്റെ തിരിച്ചടി മെഡിറ്ററേനിയൻ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെ കൂട്ടായ കുടിയേറ്റ നയങ്ങളേക്കാൾ സ്വന്തം അതിർത്തി നിയന്ത്രണങ്ങൾക്ക് രാജ്യങ്ങൾ മുൻഗണന നൽകുന്ന പ്രവണതയാണ് ഈ പകവീട്ടൽ നടപടികളിലൂടെ വ്യക്തമാകുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിർത്തികളിലെ മാനുഷിക സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം പരസ്പരവിരുദ്ധമായ ഈ നയങ്ങളിൽ സമവായത്തിലെത്താനുള്ള ചർച്ചകൾ മാഡ്രിഡും റോമും തുടരുകയാണ്. വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തപ്പെടുന്ന കുടിയേറ്റക്കാരെ താൽക്കാലികമായി പാർപ്പിക്കുന്നതിനായി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുമായി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചതായി റുവാണ്ടൻ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഖത്തർ വാർത്താ ഏജൻസിയായ QNA റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം യൂറോപ്പിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർക്ക് റുവാണ്ടയെ ഒരു ട്രാൻസിറ്റ് പോയിന്റായി ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകളാണ് കിഗാലി ഇപ്പോൾ പരിശോധിക്കുന്നത്. എത്ര പേരെ റുവാണ്ടയിലേക്ക് മാറ്റുമെന്നോ നടപടികൾ എപ്പോൾ ആരംഭിക്കുമെന്നോ ഉള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എങ്കിലും അന്താരാഷ്ട്ര കുടിയേറ്റ നയങ്ങളിൽ റുവാണ്ടയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ആഗോള കുടിയേറ്റ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിൽ തങ്ങളെ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി ഉയർത്തിക്കാട്ടാനുള്ള റുവാണ്ടൻ ഭരണകൂടത്തിന്റെ നയതന്ത്ര നീക്കങ്ങളുടെ തുടർച്ചയാണിത്. ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിലാണെന്നും വരും ആഴ്ചകളിൽ നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങളിൽ കൂടുതൽ കൂടിയാലോചനകൾ നടക്കുമെന്നും കിഗാലിയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആഭ്യന്തര കുടിയേറ്റ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമ്മർദ്ദത്തിലായ യൂറോപ്യൻ രാജ്യങ്ങൾ കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്നതിനായി മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇത്തരം കരാറുകൾ മനുഷ്യാവകാശ മാനദണ്ഡങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുമെന്നും റുവാണ്ടൻ അധികൃതർ മുന്നോട്ടുവയ്ക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയായിരിക്കുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 84 വാർഷികമാണ് ഇന്ന്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോയ ടാങ്ക് മൈതാനത്ത് വെച്ച് മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക രറ്റ് ഓർ ഹൈ എന്ന ചരിത്രപരമായ ആഹ്വാനം നൽകിയതോടെയാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ബഹുജന സത്യാഗ്രഹത്തിന് തുടക്കമായത്. അമർ ഉജാലയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു സാധാരണ പ്രതിഷേധം മാത്രമായിരുന്നില്ല, മറിച്ച് ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യം ഒന്നടങ്കം അണിനിരന്ന നിർണായകമായൊരു മുന്നേറ്റമായിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ജനങ്ങളെ ആവേശഭരിതരാക്കുകയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ പടർന്നുപിടിച്ച ജനകീയ പ്രക്ഷോഭമായി ഈ സമരം മാറുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തെയാകെ ബ്രിട്ടീഷ് ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചെങ്കിലും സമരത്തിന്റെ തീവ്രത ഒട്ടും കുറഞ്ഞില്ല, മറിച്ച് അത് സാമ്രാജ്യത്വ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കിമറിച്ചു. ചെറിയ പരിഷ്കാരങ്ങൾക്കപ്പുറം പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് സമരത്തിന്റെ ഗതി മാറിയത് ഈ ഘട്ടത്തിലാണെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു. കൊളോണിയൽ ഭരണകൂടത്തെ വലിയ തോതിൽ വെല്ലുവിളിച്ച ക്വിറ്റ് ഇന്ത്യ സമരം 5 വർഷത്തിനുശേഷം 1947 കൈവരിച്ച സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത വേഗത്തിലാക്കി. ദേശീയ വിമോചന പോരാട്ടത്തിലെ അവസാനത്തെ വലിയ മുന്നേറ്റമെന്ന നിലയിൽ ചരിത്രത്തിൽ ഈ ദിനം എന്നും അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വേണ്ടി ഇന്നത്തെ ആഗോള വാർത്തകളുടെ ഈ കൃത്യമായ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ ഞങ്ങൾ തുടർന്നും നിരീക്ഷിക്കുന്നതാണ്. സത്യം ആദ്യം, വാർത്ത പിന്നീട്.